Hi dear students, good evening everybody. Welcome back to Franklin's Lectures. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ടു ദ ഗ്രാൻഡ് ലോഞ്ച് ഓഫ് S5 സിന്ദൂർ ബാച്ച്. വെറും സിന്ദൂർ ബാച്ച് അല്ല, ഗേറ്റ് ഇന്റഗ്രേറ്റഡ് S5 സിന്ദൂർ ബാച്ച്. എന്താണ് ഈ ബാച്ചിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം, കൂടുതൽ കാര്യങ്ങൾ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞു. നിങ്ങൾ ഏകദേശം നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കരിയറിന്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പീരീഡിന്റെ 2 കൊല്ലം നിങ്ങൾ കഴിഞ്ഞു. കാരണം നിങ്ങൾ ഇപ്പോൾ എന്ത് പഠിക്കുന്നു അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. ഇപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കുന്നു അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ജോബ്സിലൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ളത് വെറും 2 ഇയേഴ്സ്. ഓക്കെ, 2 ഗോൾഡൻ ഇയേഴ്സ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും കോളേജ് അടിച്ചു പൊളിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കോളേജുമായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറെ കൂടെ അറ്റാച്ച്ഡ് ആവുന്ന ഒരു പീരീഡ് ആണ് S5 മുതൽ ഇനി അങ്ങോട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. S7 ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ കോളേജ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. സോ S5ലാണ് കോളേജ് ലൈഫ് ബിഗിൻ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുക. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ് മാനർ. ഓക്കെ, അതായത് ഈ പഠിക്കുന്ന കാലത്ത് പഠിക്കുക, അതിന്റെ കൂടെ ഉല്ലസിക്കുക. പക്ഷേ ഉല്ലാസം മാത്രമായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞു, ഫിഫ്ത് സെമസ്റ്റർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമുക്ക് എടുക്കണം അല്ലെ. ഓരോ സെമസ്റ്റർ പോകുന്തോറും നിങ്ങൾക്കറിയാം S1 പോലെയാണോ S2 അല്ല, S2 പോലെയാണോ S3 അല്ല, S3 പോലെയാണോ S4 അല്ല, S4 പോലെ അല്ല S5. സോ S5 എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫോർത്ത് സെമസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പഠിക്കാതിരുന്നിട്ടുണ്ടാവും. സാധാരണ കണ്ടുവരാറുള്ള എന്താണ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ലാസ്റ്റ് ടൈം ആകുന്ന സമയമായിരിക്കും പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. പഠിക്കണമല്ലോ, പരീക്ഷ ആണല്ലോ തോന്നാൻ തുടങ്ങുന്ന ലാസ്റ്റ് സമയമായിരിക്കും. പക്ഷെ മക്കളെ, അതെന്ന് പറയുന്ന ഒരുപാട് സമയം കടന്നു പോയിട്ടുണ്ട്. സോ നിങ്ങളുടെ ടൈം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഡാർക്ക് ആയി പോകും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൃത്യമായി അന്നെന്നുള്ള കാര്യം അന്നെന്ന് പഠിക്കുക. കറക്റ്റ് ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്സിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം നിങ്ങൾ ഇനി കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലാബ് ഉണ്ട്, അതേപോലെ തന്നെ അസൈൻമെന്റ്സ് വരും, സീരീസ് എക്സാം വരും, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിലൊക്കെ നിങ്ങളുടെ ടൈം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ഇതിലൊക്കെ പാളിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ കൃത്യമായി നമുക്ക് തുടക്കം തൊട്ട് തന്നെ പഠിക്കണം. ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞു, അപ്പൊ വെക്കേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ വെക്കേഷൻ പീരീഡിൽ നമ്മൾ കൃത്യമായും എന്ത് ചെയ്യുക, ഇന്റേൺഷിപ്സോ വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ബുക്സ് റീഡ് ചെയ്യാൻ ട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് ഐഡിയയിൽ കുറച്ചുകൂടെ നിങ്ങൾ ഫ്ലറിഷ് ആയി കുറച്ചുകൂടെ തിങ്ക് ചെയ്ത് ടീമൊക്കെ ഫോം ചെയ്ത് ആ ലെവലിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കുകയോ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. കാരണം ഇനിയുള്ള 2 വർഷം നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ സോ കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ്ലി നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഫ്ത് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ബാച്ച് ആണ് S5 സിന്ദൂർ ബാച്ച്. സോ S5 സിന്ദൂർ ബാച്ചിൽ നിങ്ങൾക്കറിയാം, സിന്ദൂർ എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ, ഇന്ത്യ പാകിസ്ഥാനെതിരെ ചെയ്ത ഒരു വലിയ മിഷൻ. ഓക്കെ, ഇന്ത്യൻ ആർംഡ് ഫോഴ്സ് ചെയ്ത ഒരു വലിയ മിഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. സോ ആ ഒരു പേര് തന്നെ എടുക്കാൻ കാരണം എന്ന് പറയുന്നതിന് ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് ടെക്നോളജിയാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഡിഫൻസ് ടെക്നോളജിക്ക് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഫിഫ്ത് സെമസ്റ്ററിന്റെ ബാച്ച് നെയിം എന്ന് പറയുന്നത് സിന്ദൂർ ബാച്ച് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, സോ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, പാകിസ്ഥാൻ അവിടെ നിന്ന് അപ്പുറത്തെ ഡ്രോണൊക്കെ വിട്ട സമയത്ത് നമുക്കറിയാം ബ്രഹ്മോസ് മിസൈൽ, ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് എത്രത്തോളം അറ്റാക്കാണ് പാകിസ്ഥാനിലേക്ക് നടത്തിയത്. ഓക്കെ, ആ ഡ്രോൺസിനൊക്കെ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ റഷ്യയുടെ S-400 നമുക്ക് അറിയാം. ഇത് എത്ര നീറ്റ് ആൻഡ് ക്രിസ്പ് ആൻഡ് എത്ര ഷാർപ്പ് ആൻഡ് പിൻ പോയിന്റഡ് ആയിട്ടാണ് ആ ഡ്രോൺസിനെ നശിപ്പിച്ചത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ആ ഒരു എഞ്ചിനീയറിംഗ് പ്രിസിഷൻ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഡിഫൻസ് ടെക്നോളജിയിലൂടെ എഞ്ചിനീയറിംഗ് എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇപ്പൊ ഇന്ത്യയുടെ ആ ഒരു പാട്രിയോട്ടിസം നമ്മൾ സ്റ്റേറ്റസ് ഇടുന്നതും സ്റ്റോറി ഇടുന്നതും അല്ല കാര്യം. ഇന്ത്യയുടെ ഡിഫൻസ് ടെക്നോളജി, ഓക്കെ, അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വി ആർ എഞ്ചിനീയേഴ്സ്, നിങ്ങളെ പോലുള്ള എഞ്ചിനീയേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുത്തതാണത്. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും ലോകത്തിന് വേണ്ടിയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളും ഞാനും എല്ലാവരും നമുക്ക് എന്ത് ചെയ്യണം, ഒരുമിച്ച് നിന്നുകൊണ്ട് ബെറ്റർ നേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ യെസ്, അപ്പൊ ഗേറ്റ് ഇന്റഗ്രേറ്റഡ് S5 സിന്ദൂർ ബാച്ച്, നിങ്ങൾ ബിടെക്കിന്റെ കൂടെ തന്നെ ഗേറ്റും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാച്ചാണ് ഗേറ്റ് ഇന്റഗ്രേറ്റഡ് S5 സിന്ദൂർ ബാച്ച് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം
2026 ഫെബ്രുവരി ആകുന്ന സമയത്ത് ഗേറ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ സമയം നിങ്ങൾ S6 കഴിഞ്ഞിട്ടുണ്ടാവും. S6 കഴിഞ്ഞ് ഗേറ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും 2026 എന്ന് പറയുന്നത്. സോ ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഗേറ്റ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം, കോൺസെപ്റ്റ് പക്കയാക്കാം. ഈ ഗേറ്റിന്റെ സിലബസും ബിടെക്കിന്റെ സിലബസും ഡിഫറെന്റ് ആണോ? അല്ല, സെയിം സിലബസ് ആണ്. പക്ഷേ കോൺസെപ്റ്റ് നല്ല വൃത്തിക്ക് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് S5ൽ ബിടെക്കിന്റെ K2ന്റെ സിലബസ് പഠിച്ചുകൊണ്ട് തന്നെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നല്ല കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സുകൾ ഓൺലൈനിലൂടെ തരുന്നുണ്ട് ഞങ്ങൾ. അതാണ് S5 സിന്ദൂർ ബാച്ച്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ യെസ്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഐ തിങ്ക് S2 തൊട്ട് നിങ്ങളുടെ കൂടെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. So Franklin's Lectures is now the India's #1 engineering education platform. സോ ഓൺലൈനിലൂടെ ഇത്രയ്ക്കും കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ക്ലാസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരണമെന്നുണ്ട്. ഓക്കെ, സോ S5 സിന്ദൂർ ബാച്ചിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ഓക്കെ, അതിനു മുൻപേ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് സാധാരണഗതിയിൽ കേരളത്തിലെ ബിടെക് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പല ഇഷ്യൂസ് പറയുന്ന സമയത്ത് നിങ്ങൾ പലതിലും ഫെമിലിയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, നോ എക്സ്പോഷർ ടു ഇൻഡസ്ട്രി ടൂൾസ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കോളേജിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയറി പഠിക്കും അല്ലെ? ഈ തിയറി പഠിച്ചിട്ട് നിങ്ങൾ പോകും. ഈ തിയറി എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലർക്ക് മാത്രമേ അറിയാവുള്ളൂ അല്ലെ? സോ ഈ ഒരു തിയറി എവിടെ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇൻഡസ്ട്രിയിൽ ഉള്ളത്, ഓക്കെ, അത് കൃത്യമായിട്ട് അറിയണം, പഠിക്കണം. അതിനൊരു സൊല്യൂഷൻ ആയിരിക്കണം ഓരോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കൊണ്ടുവരേണ്ടത്. സോ നോ എക്സ്പോഷർ ഇൻഡസ്ട്രി ടൂൾസ്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ആകെപ്പാടെ അറിയുന്ന ടൂൾ ഏതാ? ബുക്ക്, സിലബസ്, സീരീസ് എക്സാം, ടെസ്റ്റ് പേപ്പർ, യൂണിവേഴ്സിറ്റി എക്സാം. ഇത് തന്നെയാണ് നിങ്ങൾക്ക് അറിയുന്ന ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ പ്രോബ്ലം ആക്ച്വലി. ദെൻ ലാംഗ്വേജ് ബാരിയർ. സോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മലയാളത്തിലാണ് നമ്മൾ ബിടെക് പഠിപ്പിക്കുന്നത്, മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ട്. കാരണം എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ചില ടേംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ എഞ്ചിനീയറിംഗ്, ഇംഗ്ലീഷിലെ ടേംസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ ഓരോ കോൺസെപ്റ്റിന്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് ബാരിയർ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. മലയാളത്തിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് ക്രിസ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രോബ്ലം നമുക്കിനി പാടുണ്ടോ? ഇല്ല. ദെൻ അൺസ്ട്രക്ചേർഡ് സ്റ്റഡി റിസോഴ്സസ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സിലബസിന്റെ ക്ലാസ്സസ് നിങ്ങൾ ഇവിടെ യൂട്യൂബിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും അവിടെ തെറ്റിത്തെറിച്ചൊക്കെ ഏതെങ്കിലും വീഡിയോസ് കിട്ടിയാലാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സിലബസ് കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു വീഡിയോസ് യൂട്യൂബിൽ പോലും നിങ്ങൾക്ക് അവൈലബിൾ അല്ല അല്ലെ? അപ്പൊ കറക്റ്റ് നിങ്ങൾ ഇങ്ങനെ പഠിക്കും, നിങ്ങളുടെ സിലബസിന് വേണ്ട റിസോഴ്സ് നിങ്ങൾ എങ്ങനെ തേടിപ്പോവും? കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ടോ? ഇല്ല. അത് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ദെൻ ലാക്ക് ഓഫ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. ഇപ്പൊ കോളേജിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് പഠിപ്പിച്ചു തരുന്ന ആരാ ഉള്ളത്? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നത്. എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതുപോലൊരു പഠിക്കാൻ ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സയൻസ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം അടിപൊളിയാണ് എഞ്ചിനീയറിംഗ്. പക്ഷേ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലെങ്കിലോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പക്ക ബോറിംഗ് ആയിരിക്കും. ദെൻ ലാക്ക് ഓഫ് കരിയർ ഗൈഡൻസ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ ഇപ്പൊ ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞ് എന്ത് കരിയർ ചൂസ് ചെയ്യണം, എവിടേക്ക് തിരിഞ്ഞു പോകണം എന്ന് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. പലപ്പോഴും 4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഒരു ആളില്ലാത്ത ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നിന്ന അവസ്ഥയാണ്. കാരണം ആരും സഹായിക്കുന്നില്ല, ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. ഞാൻ ബിടെക് കഴിഞ്ഞ് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എന്ത് പഠിക്കണം, ഏത് മേഖലയിലേക്ക് ഞാൻ തിരിയണം, എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ബിടെക് പഠിക്കുന്നതിനെ കൂടെ തന്നെ പറഞ്ഞു തന്നാലോ, കൃത്യമായി കരിയർ നിങ്ങൾക്ക് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് തന്നാലോ, യെസ് വി ക്യാൻ ഡു ദാറ്റ്. ദെൻ ഔട്ട്ഡേറ്റഡ് ടീച്ചിങ് മെത്തേഡ്സ്. ഇപ്പൊ കാലകാലങ്ങളായിട്ട് സിലബസിനെ ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങൾക്കറിയാം ഔട്ട്ഡേറ്റഡ് ആയിട്ട് സ്കൂളിലും കോളേജിലൊക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് അറിയാം. കറക്റ്റ് നിങ്ങൾ 1ാം ക്ലാസ്സിൽ എന്ത് പഠിച്ചു അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ കോളേജിലേക്കും പഠിക്കുന്നത് അല്ലെ? പക്ഷെ കാലം മാറി, AI വന്നു, എഞ്ചിനീയറിംഗില് ഒരുപാട് ടെക്നോളജീസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം, എങ്കിലല്ലേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴയ മെത്തേഡിൽ ഇപ്പോഴും പഠിക്കുന്നത് അത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അല്ലടാ, ശരിയല്ല ഞാൻ പറഞ്ഞത്?
ദെൻ എക്സാം സെൻട്രിക് ലേണിംഗ്, അതാണ് വേറൊരു പ്രധാന പ്രശ്നം. നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒന്നും ആദ്യം തൊട്ട് പഠിക്കത്തേ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? അവസാന നിമിഷം വരെ കാത്തിരിക്കും അല്ലെ? എക്സാമിൽ ഒരാഴ്ച മുൻപോ തലേ ദിവസമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ബുക്കോ സ്റ്റഡി മെറ്റീരിയൽസോ ഫ്രണ്ട്സിനോട് ചോദിച്ചാടാ, ആദ്യം എങ്ങനെയെങ്കിലും പറഞ്ഞാടാ, അല്ലെങ്കിൽ യൂട്യൂബ് തപ്പം ക്ലാസ് കിട്ടും, ടെൻഷനായി സ്ട്രെസ്ഡ് ആയി. എന്തിനാ? എക്സാം സെൻട്രിക് ലേണിംഗ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒരു സ്വപ്നമല്ല, പരീക്ഷയ്ക്ക് ജയിക്കുക, പരീക്ഷയ്ക്ക് പാസ്സാവുക എന്നുള്ള ഒരു ഷോർട്ട് ടേമിലുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ പലപ്പോഴും പഠിക്കാനായിട്ട് ബുക്ക് തുറക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്, നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കണം. നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കണം. സാധാരണ 40 മാർക്കിലേക്കുള്ള എക്സാമിലേക്ക് നമ്മൾ ചുരുങ്ങി പോകരുത്. ഓക്കെ, സോ ഒരിക്കലും എക്സാം സെൻട്രിക് ആയിട്ട് പഠിക്കരുത് മക്കളെ. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ സിലബസിൽ എന്താണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അത് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഈ ഓരോ പ്രശ്നങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും അത് റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചർ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹൗ വി സോൾവ് ദീസ് പ്രോബ്ലംസ്. വളരെ കൃത്യമായ പോയിന്റ് ബൈ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, കോൺസെപ്റ്റ് ഓറിയന്റഡ് ടീച്ചിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗിലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് അത്രമാത്രം സിമ്പിൾ ആയി പോകും. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ടഫ് സബ്ജക്ട്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടു. ഓക്കെ, കറക്റ്റഡ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കുക. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇസ് ഹിയർ ടു ടീച്ച് യു. ഓക്കെ, കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി പഠിപ്പിച്ചു തരാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തരികയും ചെയ്യും. ദെൻ ഹൈടെക് AI ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. കഴിഞ്ഞ ക്രാഷ് കോഴ്സ് തൊട്ട്, നമ്മുടെ S4 ക്രാഷ് കോഴ്സ് തൊട്ട് നമ്മൾ AI ഇന്റഗ്രേറ്റഡ് ലേണിംഗ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അതിന്റെ സക്സസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത് തന്നെ S5ലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. S5ൽ നിങ്ങൾക്ക് ഹൈടെക് ആയിട്ടുള്ള ഒരു AI ഇന്റഗ്രേറ്റഡ് ലേണിംഗ് മെത്തേഡിലാണ് ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് എന്ത് രീതിയിലാണ്, എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നെക്സ്റ്റ് സ്ലൈഡ്സിൽ വരുന്നുണ്ട്. എങ്ങനെ നമ്മൾ നിങ്ങളുടെ ക്രാഷ് കോഴ്സിൽ AI യൂസ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദെൻ യൂണിവേഴ്സിറ്റി അലൈൻ സിലബസ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് KTU ആണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പക്കയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിലബസ് നിങ്ങൾ തന്നിട്ടുണ്ട്. ആ സിലബസ് പ്രകാരമുള്ള ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ലേണിംഗ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. ഓക്കെ, ദെൻ പ്ലേസ്മെന്റ് റെഡി പ്രോഗ്രാംസ്. നിങ്ങൾക്കറിയാം, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ കഴിഞ്ഞ SAT കഴിഞ്ഞ 10ലധികം കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇന്റർവ്യൂ ചെയ്ത കുട്ടികൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ കേരളത്തിലെ പല കോളേജിൽ പഠിച്ചിറങ്ങിയ BTech ഗ്രാജുവേറ്റ്സ് 10 പേര് ഓൾറെഡി ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ SAT കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സുമായി അസോസിയേറ്റ് ചെയ്ത മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഒരു സ്റ്റുഡന്റ് പോലും BTech കഴിഞ്ഞ് അനാഥയോ ആകരുത്. BTech കഴിഞ്ഞ സർട്ടിഫിക്കറ്റും തൂക്കി തെരുവിലേക്ക് ഇറങ്ങരുത്. ഒരു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിച്ച ഒരു കുട്ടി ഒരു ബെസ്റ്റ് എഞ്ചിനീയറായി ബെസ്റ്റ് കമ്പനീസ്, അതിപ്പം ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പബ്ലിക് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ ഒരു ബെസ്റ്റ് എഞ്ചിനീയറായി ജോലി ചെയ്യണം, നമ്മുടെ രാജ്യത്തെ സെർവ് ചെയ്യണം, നമ്മുടെ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ്, ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രി ബേസ്ഡ് ഇന്റേൺഷിപ്സ്. അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ്. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ നമ്മുടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ S5 സിന്ധു കഴിഞ്ഞ S3 S4 മംഗൾ ബാച്ച് ഒക്കെ പഠിച്ച കുട്ടികൾ കുറച്ച് പേർക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്ത കുട്ടികൾക്ക് ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വളരെ വാല്യൂബിൾ ആണ്. കാരണം നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ കോഴ്സസ് പഠിച്ചു കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലേക്ക് നിങ്ങൾ ആഫ്റ്റർ SAT വരുവാണെങ്കിൽ യു ക്യാൻ ഡു ഇന്റേൺഷിപ്സ്, ഫ്രീ ഇന്റേൺഷിപ്സ്, പെയ്ഡ് ഇന്റേൺഷിപ്സ്, അതേപോലെ തന്നെ പ്ലേസ്മെന്റ് കിട്ടും, പ്ലേസ്മെന്റ് അസിസ്റ്റൻസി കിട്ടും, പ്ലേസ്മെന്റ് റെക്കമെൻഡേഷൻസ് കിട്ടും. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് എന്നും നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ബൈലിംഗ്വൽ കണ്ടന്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. പ്യൂർലി ഇംഗ്ലീഷും അല്ല, പ്യൂർലി മലയാളമല്ല. നിങ്ങൾക്ക് മലയാളത്തിൽ കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ വരും, എങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ഉത്തരങ്ങൾ എഴുതണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ 0ൽ നിന്നും ഫുൾ മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ബാച്ചസിന്റെ ക്ലാസ്സിലുപരി ഈ ഒരു S5 സിന്ധൂർ ബാച്ചിന്റെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, ദെൻ ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം. കാരണം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, നിങ്ങൾ ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബ്രാഞ്ച് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ, നിങ്ങളുടെ സബ്ജക്ട് പഠിപ്പിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് വേണമെങ്കിൽ, ഏത് സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിക്കാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്.
ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് എത്ര സ്റ്റാർട്ടപ്സിനെ മെന്റർ ചെയ്യുന്നു, എത്ര സ്റ്റാർട്ടപ്സിലേക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ടൈം ആയിക്കോട്ടെ, മെന്റർഷിപ്പ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, എത്ര സ്റ്റാർട്ടപ്സിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതിലും കൂടിയിട്ടേ ഉള്ളൂ. സോ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ സ്റ്റാർട്ടപ്പിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ കോഴ്സ് എടുത്ത് കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രി അലൈൻഡ് ആയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് എംപ്ലോയിഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് മാറാം. ഓക്കെ, സോ അത്രമാത്രം നീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറെ കണ്ടുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതും ഇനി പോകാൻ പോകുന്നതും. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങളുടെ ഐഡിയ ബെറ്റർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടീം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രം ദ സ്ക്രാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, നിങ്ങളെ മെന്റർ ചെയ്തുകൊണ്ട്, ഫിനാൻഷ്യലി ആവശ്യമാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല നല്ല സ്റ്റാർട്ടപ്പ് പ്രോജക്ട്സിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലെ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഫുൾ ടൈം സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഞങ്ങൾ തന്നിരിക്കും. എന്താണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഈ കോഴ്സസ് എന്ന് പറയുന്നത് ദേ ആർ ഡിസൈൻഡ് ബൈ എഞ്ചിനീയേഴ്സ് ഫോർ എഞ്ചിനീയേഴ്സ്. ഓക്കെ, നിങ്ങൾ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്, നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്ത പ്രോജക്റ്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ ഓരോ ബാച്ചസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഓക്കെ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ ക്രാഷ് കോഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്. സോ ഒരുപാട് സ്റ്റുഡൻസ് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഫുൾ ബാച്ച് എടുത്തില്ല, ഞങ്ങൾ ക്രാഷിലായി പോയി. ഓക്കെ, ഇനി നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. അടുത്ത സെമസ്റ്ററിൽ ആദ്യമേ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക, നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങുക. ഇപ്പൊ ആദ്യത്തെ ഫുൾ സിലബസ് ക്ലാസ്സും കഴിഞ്ഞ് ക്രാഷും കൂടെ കിട്ടിയുണ്ടല്ലോ, എടാ പറയാനൊന്നുമില്ല. അത് കിട്ടിയ കുട്ടികൾക്കറിയാം, അവരുടെ മെസ്സേജസ് അവരുടെ കോൾസും കാണുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലൈവ് ക്ലാസ്സസ് ഞങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, ലൈവ് ക്ലാസ്സസ് ഞങ്ങൾ തരുന്നുണ്ട്, കൂടാതെ റെക്കോർഡഡ് ക്ലാസ്സസ് തരുന്നുണ്ട്, കൂടാതെ ലെക്ചർ നോട്ട്സ് തരുന്നുണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്തും ഒരു മെറ്റീരിയൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ അല്ലെങ്കിൽ തേടി ഒന്നും പോണ്ട, ബുക്കോ ടെക്സ്റ്റോ ഒന്നും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പോണ്ട. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ലെക്ചർ നോട്ട്സ് എല്ലാം തരുന്നുണ്ട്. ഇത് വെച്ച് നിങ്ങൾ കോളേജിൽ ലൈബ്രറിയിൽ പോയി റെഫറൻസ് ബുക്ക് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ ലെവൽസിലേക്ക് എത്താനായിട്ട് പറ്റും. ഇത് നമ്മുടെ ട്രാക്ക് റെക്കോർഡാണ്. അതായത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഇന്ന് വരെ ഏകദേശം 1.5 years ആയി ഇന്ന് വരെ ഏകദേശം 20,000+ സ്റ്റുഡൻസ് കേരളയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എന്ന അഭിമാനത്തോടു കൂടി ഇപ്പൊ നമുക്ക് പറയാം, എനിക്കും നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ എല്ലാം പറയാം, 20,000+ സ്റ്റുഡൻസ് കേരളത്തിൽ ഓൺലൈനിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് സ്കിൽസ്, കോൺഫിഡൻസ് ആൻഡ് കരിയർ, നോട്ട് ജസ്റ്റ് മാർക്സ്. ഇത് മാർക്ക് ചെയ്യുക. എടാ, നിങ്ങൾക്ക് മാർക്ക് നേടാൻ വേണ്ടി മാത്രമല്ല ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പഠിപ്പിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് നല്ല സ്കിൽസ് ബിൽഡ് ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല കരിയർ ബിൽഡ് ചെയ്യാനാണ്. മാർക്സിനപ്പുറത്ത് ഇത്രയും കാര്യങ്ങൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് തരുന്നുണ്ടെങ്കിൽ അത്രമാത്രം നിങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടും അത്രമാത്രം നിങ്ങളെ കൊണ്ട് നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കരുത്തും അതിനുള്ള എനർജിയും അതിനുള്ള ആത്മസമർപ്പണം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ല ആളായി മാറാനായിട്ട് പറ്റും, നല്ല എഞ്ചിനീയർ ആയിട്ട് മാറാൻ പറ്റും, നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ദെൻ ഫ്രീ ക്രാഷ് കോഴ്സസ് ആൻഡ് റിവിഷൻ പാക്സ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, കാരണം നിങ്ങൾ ക്രാഷ് കോഴ്സ് മാത്രം എടുത്ത കുട്ടികൾക്ക് അറിയാം എത്രമാത്രം യൂസ്ഫുൾ ആണ്. അപ്പൊ ക്രാഷ് കോഴ്സ് നമ്മുടെ ബാച്ച് ക്ലാസ്സും കൂടെ ആകുമ്പോഴോ അടിപൊളിയല്ലടാ. ഈ ക്രാഷ് കോഴ്സ് എന്തിനാടാ? അതിന് ക്രാഷ് കോഴ്സ് എടുക്കുന്നതിനെക്കാട്ടിൽ നമ്മുടെ ബാച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സും കിട്ടും, കൂടാതെ ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രമാത്രം വലിയ ഒരു എന്താ പറയാ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇനി തരാനായിട്ട് ഇല്ലടാ. ഇൻ ജസ്റ്റ് ആൻ അഫോർഡബിൾ ഫീസ് ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. ഓക്കെ, ഇതില് വേറൊരു നമ്മുടെ ട്രാക്ക് റെക്കോർഡാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് 1 year കൊണ്ട് വി മേഡ് 1000+ 9 pointers. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്ത് ഞാൻ 9 pointer കണ്ടിട്ടുള്ളത് CET-യിലെ റിസൾട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്ന CET-യിലെ റിസൾട്ട് എന്തിനാണെന്നറിയോ? ഈ 9 pointersനെ കാണുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് ഇന്നുവരെ 9 pointer ആവാൻ പറ്റിയിട്ടില്ല, പക്ഷെ എനിക്ക് 9 pointersനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴേ ഉള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വി മെയ്ഡ് 9 pointers. 1 year-ൽ 1000+ 9 pointers നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 9 pointers മാത്രമല്ല കേട്ടോ, 10 pointers ഉണ്ട്. ഞാൻ ജനറലി പറഞ്ഞ 1000+ 9 pointers ഉണ്ട്. ഓക്കെ, 8 pointers വേറെ കുറെ പേരുണ്ട്. ഓക്കെ, ഫൈൻ.
ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റിയോ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന് എവിടെ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടി? എടാ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനിയാണ്. ഇന്ത്യസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. ഞങ്ങളുടെ അക്കാഡമിക്സ് ടീമും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമും കൂടെ ഒന്ന് ചേർന്ന് നിർമ്മിച്ച് ഒരു AI ടൂൾ യൂസ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് നടത്തിയിരിക്കുന്നത്. അതായത് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്ത ഒരു AI മോഡൽ വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളുടെ S4ൽ വന്ന സകല സബ്ജക്ട്സിനെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മനുഷ്യൻ ചെയ്ത കാര്യമല്ല, ഹ്യൂമൻ ഇന്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ സംയോജിപ്പിച്ച് നമ്മൾ ചെയ്തതാണ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് നിങ്ങളെ ക്രാഷ് കോഴ്സിലൂടെ. ഓക്കെ, സോ ഇനി വരുന്ന സെമസ്റ്ററിലെ ക്രാഷ് കോഴ്സുകൾ ആയിക്കോട്ടെ, ഇനി വരുന്ന എന്ത് ടൈപ്പ് ഓഫ് എക്സാംസ് ആയിക്കോട്ടെ, ഈവൻ ഇഫ് യുവർ കോമ്പറ്റേറ്റീവ് എക്സാംസ്, വി ആർ ഡൂയിങ് റിസർച്ച് ഓൺ ദാറ്റ്. ബിടെക്കിൽ സക്സസ്ഫുൾ ആണ്. ഏകദേശം 90% ക്വസ്റ്റ്യൻസ് മാച്ച്ഡ് ഫോർ ഓൾ സബ്ജക്ട്സ്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. സോ അതിന്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷോർട്സ് നിങ്ങൾ കണ്ടാൽ മതി. ജസ്റ്റ് നിങ്ങൾ നോക്ക്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനും നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യനും എല്ലാം തന്നിട്ടുണ്ട്. ന്യൂമറിക്കൽസ് പോലും തെറ്റാതെ, എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, ന്യൂമറിക്കൽസ് പോലും തെറ്റാതെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ്, 90% ക്വസ്റ്റ്യൻസ് മാച്ച്ഡ്. ഇത് മനുഷ്യൻ ചെയ്തതല്ല, മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് ഒരു AI ടൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത AI ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിച്ചു പോയി എക്സാംസ് എഴുതിയത്. ഓക്കെ, സോ ടെക്നോളജി കമ്പനി അല്ലടാ, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താടാ? ദിസ് ഇസ് എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനി. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ന് ഈ നാൾ വരെ, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് 21 AI ടൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 21. ഈ 21 AI ടൂൾസും 1 by 1 താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളിലേക്ക് എത്തും. 21 AI ടൂൾസ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വേറെ വീഡിയോയിലേക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഓരോ ടൂൾ, ഇപ്പൊ നിങ്ങൾ ഒരു ടൂൾ പരിചയപ്പെട്ടു, ഏത്? നമ്മുടെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിന്റെ ടൂൾ ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടു. ഓക്കെ, ഫൈൻ. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ ടൂൾ എവിടെ കിട്ടുമെന്നും ചോദിക്കരുത്. അത് നമ്മൾ ആക്ച്വലി വളരെ എന്താ പറയാ, കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ ടീം ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, സോ ആ ടൂൾ എന്ന് പറയുന്നത് പബ്ലിക്കിലേക്ക് ഇപ്പോൾ തരാനായിട്ട് ആയിട്ടില്ല. ഓക്കെ, പബ്ലിക്കിലേക്ക് തരാൻ ഇപ്പൊ നിലവിൽ ഉദ്ദേശിച്ചിട്ടുമില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ആ AI ടൂൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് അത് മാത്രം മതി. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് S5 സിന്ദൂർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25% ഓഫ് ഉണ്ട് ജൂൺ 15 വരെ. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ അഡ്മിഷൻസ് എടുത്തു തുടങ്ങാം. ജൂൺ 15 വരെ 25% ഓഫ് ആണ് മക്കളെ നിങ്ങൾക്കുള്ളത്. സോ ബാക്കി കൂടുതൽ കാര്യങ്ങൾ, ഫീസും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഓഫിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് എത്ര സബ്ജക്ട് വേണം, ഏതൊക്കെ സബ്ജക്ട് വേണം, നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള സബ്ജക്ട് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, ഞങ്ങൾ വിളിച്ചോളൂ, ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് S5ൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം, നിങ്ങൾ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ബ്രാഞ്ച് ആയാലും കുഴപ്പമില്ല, ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ അവൈലബിൾ. ഓക്കെ, സോ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. 25% ഓഫിൽ നിങ്ങൾക്ക് S5 സിന്ദൂർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജൂൺ 15 വരെ മാത്രം. ആൻഡ് നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. നിങ്ങൾക്കറിയാം, ഒരു മാസം വെക്കേഷൻ ടൈം ആണ്. ഈ വെക്കേഷൻ ടൈം മാക്സിമം നിങ്ങൾ ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഡോണ്ട് വേസ്റ്റ് എനി സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡക്റ്റീവ് ആയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുക. ഒരു മാസം അടിച്ചു പൊളിച്ചോളൂ. നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. ജൂൺ 15 മുൻപേ അഡ്മിഷൻ എടുക്കുക. ആൻഡ് നമ്മുടെ ജൂലൈ 1-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മുടെ സീരീസ് എക്സാം ഒക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം. സീരീസ് എക്സാമിന് കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് നമുക്ക് വാങ്ങിക്കണം. സീരീസ് എക്സാമിന്റെ സ്പെഷ്യൽ റിവിഷൻ ലൈവ് സെഷൻസ് ഉണ്ടാവും. കൂടാതെ സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ്, കൂടാതെ നമ്മുടെ വെബ്സൈറ്റിലൂടെ ക്യൂസ് പ്രോഗ്രാംസ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് S5 സിന്ദൂർ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻസ് കരസ്ഥമാക്കുക. ഓക്കെ, കൂടാതെ 3 days റീഫണ്ട് പോളിസി നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മൈൻഡ് വൺ തിങ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ഓക്കെ, 3 days നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുത്തു, നിങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് പറ്റിയിട്ടില്ല, ഓക്കെ, യു ക്യാൻ ഗെറ്റ് റീഫണ്ട്. 3 days റീഫണ്ട് പോളിസി ഉണ്ട്. എപ്പോൾ മുതൽ? ജൂലൈ 1-ാം തീയതി മുതലാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 1-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 3 days നമുക്ക് റീഫണ്ട് പോളിസി ഉണ്ട്. സോ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ധൈര്യമായിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലേക്ക് വാ, ധൈര്യമായിട്ട് വാ, നന്നായിട്ട് പഠിച്ചോ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഓക്കെ, ധൈര്യമായിട്ട് കയറി പോരും.
ഫൈൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും അഡ്മിഷൻസിന് വേണ്ടിയിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് പറഞ്ഞുതരും, നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ പറഞ്ഞുതരും, നിങ്ങൾക്ക് വേണ്ട മെന്റർഷിപ്പ് തരും. ഓക്കെ, നിങ്ങൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മെന്റർഷിപ്പിനെ കുറിച്ച്. നിങ്ങൾക്ക് ഏത് രാത്രി വേണമെങ്കിലും എന്ത് ചോദിച്ചാലും ഉത്തരമുണ്ട്. ഓക്കെ, സോ എവ്രിബഡി എല്ലാവരും വെൽക്കം ചെയ്യുന്നു S5 സിന്ദൂർ ബാച്ചിലേക്ക്. സോ ഇങ്ങനത്തെ ഒരു മിഷന്റെ പേരുള്ള S5 സിന്ദൂർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏവർക്കും അതിയായ സന്തോഷമുണ്ട്. സോ നിങ്ങൾ ഇവിടെ വരണം, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ S5 സിന്ദൂർ ബാച്ചിൽ പഠിക്കണം. എഞ്ചിനീയറിംഗിന്റെ പുതിയ പുതിയ ഹൊറൈസൺസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. സോ എഞ്ചിനീയറിംഗ് ഇത്രമാത്രം അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചേഴ്സ്, ഇത്രമാത്രം കിടിലൻ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും ലോകത്തെവിടെയും കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഞാൻ വീണ്ടും പറയുന്നു. സോ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. നിങ്ങൾ ഈ സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്ട് നിങ്ങൾ പഠിക്കണം, ആ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആ സബ്ജക്ട്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം, അറിയാം. സോ everybody do enquiry and take admissions. Okay, so ജൂൺ 15 വരെയുള്ള 25% ഓഫറിന്റെ കാര്യം നിങ്ങൾ മറക്കുകയേ വേണ്ട. ഓക്കെ, സോ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സോ യെസ്, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു S5 സിന്ദൂർ ബാച്ചിൽ കാണാം. ആൻഡ് വൺ തിങ്, S5 സിന്ദൂർ ബാച്ചിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് എന്റെ ക്ലാസ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് നിങ്ങളുടെ ഷെഫിക് സാറിന്റെ ക്ലാസ് ഉണ്ട്. സോ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ് വേറെ. ഓക്കെ, സോ എന്റെ ഈ ഷെഫിക് സാറിന്റെ ക്ലാസ് S5 ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സോ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻസ് കരസ്ഥമാക്കുക. അപ്പൊ മക്കളെ എല്ലാവരും once again വെൽക്കം ചെയ്യുന്നു to the iconic S5 സിന്ദൂർ batch. So all are welcome. So thank you so much. All the very best.